ഹലോ, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളെ നാടും വീടൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാം, നാടിൻ്റെയും വീടിൻ്റെയും ഒക്കെ അവസ്ഥ. ഇതിപ്പോൾ അച്ഛൻ്റെ അനിയൻ്റെ വീടാണ്. അപ്പോൾ രാത്രിയിലുള്ള വീഡിയോ എടുത്താട്ടോ, രാത്രിയിൽ വെള്ളം കയറുന്ന സമയത്തുള്ള വീഡിയോ ആണ്. അപ്പോൾ ഇങ്ങനെ മെല്ലെ മെല്ലെ ഇങ്ങനെ കയറിയിട്ട് റൂമിലേക്കൊക്കെ കയറിയിട്ടുണ്ട് കേട്ടോ രാത്രി തന്നെ. അപ്പോൾ എല്ലാ സാധനങ്ങളും മേലെ എടുത്ത് വെക്കുക ചെയ്യുക. അപ്സ്റ്റെയറുള്ള വീടാകുമ്പോൾ മേലെ വെക്കാമല്ലോ. അപ്പോൾ ഇവിടെ എല്ലാ സാധനങ്ങളും എടുത്ത് വെച്ചിട്ടുണ്ട്. വെള്ളം കയറുമെന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ എല്ലാ സാധനങ്ങളും അങ്ങനെ എടുത്ത് വെക്കാറാണ് കേട്ടോ. അപ്പോൾ 2018 അവസാനമായിട്ട് കയറിയത്. അങ്ങനെ പിന്നെ രാത്രിയിലുള്ള അവസ്ഥയാണ്. നമ്മൾ സ്റ്റെപ്പ് വരെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി അകത്തേക്കൊക്കെ കയറിയിട്ടുണ്ട്. പിന്നെ ഇതിപ്പോൾ പിറ്റേ ദിവസം എടുത്ത ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ രാവിലെ ഈ പറമ്പിലും വഴിയിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. ഇതിപ്പോൾ അച്ഛൻ്റെ അനിയൻ്റെ വീടാട്ടോ. 2 വീട് അടുത്തടുത്തുണ്ട് അച്ഛൻ്റെ അനിയന്മാരെ. അപ്പോൾ അവരെ വീട്ടിൽ 2 ആളെ വീട്ടിലും ബാക്കിയുള്ള അടുത്ത വീടുകളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. കണ്ടോ, ഇതൊക്കെ നമ്മൾ നടന്നു പോകുന്ന ഒരു വഴിയാണ്. ഇവിടെയൊക്കെ നല്ല വെള്ളം കയറിയിട്ടുണ്ട്. വെള്ളം കയറുക മാത്രമല്ല, നമ്മൾ വീട്ടിൽ വെള്ളം കയറിയിട്ടുണ്ടെങ്കിൽ പിന്നെ വീട് വൃത്തിയാക്കി എടുക്കാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മൾ ഡാം തുറന്നിട്ട് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് തന്നെ വെള്ളം കയറും. അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു സൂചന ഉണ്ടെങ്കിൽ വേഗം തന്നെ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാറാണ് കേട്ടോ. അപ്പം ഞങ്ങൾ വീട് ഇവിടുന്നും കുറച്ചും കൂടി അപ്പുറത്തേക്കായതുകൊണ്ട് അവിടേക്ക് വെള്ളം കയറില്ല. പക്ഷേ കക്കോടി ഭാഗത്തൊക്കെ വെള്ളമൊക്കെ കയറും. നമുക്ക് പോകാനും വരാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും വെള്ളം കയറിയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതൊക്കെ നടന്നു പോകുന്ന വഴിയാണ്. അപ്പോൾ ഈ വഴിയിൽ നേരെ കാണുന്നതാണ് 2 വീടുകൾ. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇതാണ് അച്ഛൻ്റെ അനിയന്മാരെ വീട്. അപ്പോൾ ഇവിടെ കണ്ടില്ലേ, ഫുള്ള് വെള്ളമാണ്. ഇതിപ്പോൾ കഴിഞ്ഞ 2018 നമ്മളെ അപ്സ്റ്റെയറിൻ്റെ സ്റ്റെയർ കേസിൻ്റെ അവിടെ വരെ വെള്ളം കയറിയിട്ടുണ്ട് കേട്ടോ. അത്രയും വെള്ളമായിരുന്നു. ഇപ്പോൾ ഈ പ്രാവശ്യം കുറച്ചും കൂടെ ഒന്ന് കുറവാണ്. അപ്പോൾ തലേദിവസം രാത്രി തന്നെ എല്ലാ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് എല്ലാവരും വീടുകളിൽ നിന്നിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും മാറി. പെട്ടെന്ന് വെള്ളം ഒന്നിച്ച് കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഈ 2 വീടാണ് അച്ഛൻ്റെ അനിയന്മാരെ വീട്. അപ്പോൾ ഇവിടെ കണ്ടോ, നല്ല വെള്ളമായിട്ടുണ്ട് മുറ്റത്തൊക്കെ. ഇത് വല്ലാത്തൊരു കഷ്ടം തന്നെയാണ് കേട്ടോ ഇങ്ങനെ വരുന്ന സമയത്ത്. കാരണം നമുക്ക് വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും നശിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ കഴിയുന്നതും സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാനേ നമ്മളെ കൊണ്ട് പറ്റുള്ളൂ. അപ്പോൾ അതിലും കൂടുതൽ പിന്നെ നമ്മളൊന്നും ചെയ്യാൻ പറ്റില്ല. വെള്ളം ഇപ്പോൾ കണ്ടില്ലേ, വയനാട്ടിലെ കാര്യങ്ങൾ കണ്ടില്ലേ, അതെല്ലാവരും കാണുന്നുണ്ടല്ലോ. ഇപ്പോൾ വീട്ടിലെ കണ്ടില്ലേ അവസ്ഥ, വെള്ളം അകത്തൊക്കെ എത്തിക്കുന്നത്. ഇതിപ്പോൾ വയൽ പ്രദേശം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെള്ളം കയറും കേട്ടോ. അപ്പോൾ വീട്ടിൻ്റെ ഉള്ളിലുള്ള വെള്ളമൊക്കെ കണ്ടില്ലേ ഇതേപോലെ. പക്ഷെ നമ്മൾ കുറച്ച് വെള്ളമായാലൊക്കെ അടിച്ച് വൃത്തിയാക്കിയൊക്കെ എടുക്കണ്ടേ. വീടുകൾ വൃത്തിയാക്കി എടുക്കാനാണ് ഭയങ്കര ബുദ്ധിമുട്ട്. പിന്നെ ഈ കിച്ചണിലും ഒക്കെ വെള്ളം നമ്മൾ ഒന്നിച്ചിങ്ങനെ വെള്ളം എടുക്കുകയല്ലേ. അപ്പോൾ എല്ലാ സ്ഥലത്തേക്ക് തന്നെ വെള്ളം ഇങ്ങനെ എടുത്ത് കയറും. അപ്പോൾ പിന്നെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ കിച്ചണിൻ്റെ റാക്കിൻ്റെ മുകളിലൊക്കെ കയറ്റിയിട്ടുണ്ട്. പിന്നെ ഈ അപ്സ്റ്റെയർ ഉള്ളതിനെ കൊണ്ട് കുറേ സാധനങ്ങളൊക്കെ അവിടേക്കൊക്കെ എടുത്ത് വെക്കും കേട്ടോ. അപ്പോൾ പിന്നെ നമ്മളെ കക്കോടിയിലെ അവസ്ഥയാണത്. കക്കോടിയിൽ ഇത് കണ്ണാടിക്കൽ കണ്ടോ, നമ്മളെ അർജുൻ്റെ വീട്ടിലേക്ക് പോകുന്ന റോഡാണ് കേട്ടോ കണ്ണാടിക്കൽ. അപ്പോൾ ആ റോഡിൽ കണ്ടില്ലേ, ഞാൻ രാവിലെ ഇന്നിപ്പോൾ ജോലിക്ക് പോകുന്ന സമയത്ത് ഭയങ്കര വെള്ളമായിരുന്നു. വൈകുന്നേരം വന്ന സമയത്ത് നല്ല വെള്ളമാണ്. അപ്പോൾ രാവിലെ ഞാൻ പോകുന്ന സമയത്ത് അവിടെ തോണിയൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പുഴയിൽ നിന്ന് ഇങ്ങനെ വെള്ളം എടുക്കുക. ഇവിടെ അടുത്ത് തന്നെ തൊട്ടടുത്ത് തന്നെ പുഴയുണ്ട്. അപ്പോൾ റോഡിലേക്കൊക്കെ വെള്ളം എടുക്കുന്നുണ്ട്. പിന്നെ ആ ഭാഗത്ത് താമസിക്കുന്ന ആൾക്കാർ അവിടുന്ന് കയറ് കെട്ടിയിട്ട് പിടിച്ചിട്ടാണ് അവർ നടന്നിട്ട് വരുന്നത് പുറത്തേക്ക്. എന്നിട്ട് അവിടുന്ന് അവരെ മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ വീടിൻ്റെ അവസ്ഥയൊക്കെ കണ്ടില്ലേ, പകുതിയോളം മുങ്ങിയിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ ഇതൊക്കെ വെള്ളമൊക്കെ ഇറങ്ങിപ്പോയി വീടൊക്കെ ക്ലീനാക്കി കൊണ്ടുവരണമെങ്കിൽ എത്ര ബുദ്ധിമുട്ടാണല്ലേ. അപ്പോൾ ഇത് കഴിഞ്ഞ് അടുത്ത് തന്നെ പുഴയുണ്ട്. അപ്പോൾ ഞാനും ശ്രീമോളും കൂടെ വൈകുന്നേരം ജോലി കഴിഞ്ഞ് വന്നതിന് ശേഷം ഒന്ന് കാണാൻ പോയതാട്ടോ. പക്ഷേ പേടിയാവും ഈ പാലത്തിൻ്റെ മുകളിൽ കൂടെയൊക്കെ കയറി നടക്കുമ്പോൾ. ഞാൻ വീഡിയോ എടുത്തിട്ടൊന്നുമില്ല കേട്ടോ. അവിടെ ഇങ്ങനെ നടന്നുകൊണ്ട് തന്നെയാണ് വീഡിയോ ഒക്കെ എടുത്തത്. നല്ല വെള്ളം, നല്ല ഒഴുക്കാണ് കേട്ടോ. ഇതാണ് കക്കോടി പുഴയാണ്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ തണ്ണീർപ്പന്തൽ റോഡാണ് കേട്ടോ. ഇത് റോഡിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഒരുപാട് വെള്ളം എടുക്കുന്നുണ്ട് പുഴയിൽ നിന്ന്. പുഴ നമ്മൾ തൊട്ടപ്പുറത്ത് തന്നെ പുഴയാണല്ലോ. അപ്പോൾ അവിടുന്ന് പുഴയിൽ നിന്ന് ഇങ്ങനെ വെള്ളം എടുക്കുന്നതുകൊണ്ട് പിന്നെ വണ്ടികൾ പോകുന്നുണ്ട്. എന്നാലും മോളാണെങ്കിൽ ഇങ്ങനെ വെള്ളം കണ്ടു കഴിഞ്ഞാൽ കുട്ടികളെ കാര്യം പിന്നെ പറയാൻ വേണ്ടല്ലോ. വെള്ളം കണ്ടു കഴിഞ്ഞാൽ തീരെ ഒരു ശ്രദ്ധയില്ല. അപ്പം ഞാനിങ്ങനെ പറയാം, സൈഡിലേക്ക് സൈഡിൽ കുഴിയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ചീത്ത പറയുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ കുറേ ഇങ്ങനെ നടന്ന സമയത്താണ് അപ്പുറത്തേക്ക് ഇതിലും കൂടുതൽ വെള്ളമുണ്ട്. ഇപ്പോൾ ഇവിടെ നമുക്ക് നടക്കാൻ പറ്റാവുന്ന ദൂരത്ത് അത്രയുള്ള വെള്ളമേ ഉള്ളൂ. പിന്നെ കുറച്ചും കൂടെ അങ്ങോട്ട് എത്തുമ്പോൾ ഭയങ്കര വെള്ളം കേട്ടോ.
അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടി പിന്നെ മഴയൊക്കെ ചോർന്നതിന് ശേഷം പിന്നെ റെയിൻകോട്ട് ഇട്ടിട്ട് ഇനി പോയത്. അപ്പോൾ മഴ ചോർന്നതിന് ശേഷം പിന്നെ റെയിൻകോട്ടൊക്കെ അവിടെ മാറ്റി വെച്ച് പകുതി വഴി ഞങ്ങൾ വണ്ടിയിലാണ് പോയത്. പിന്നെ ഈ ഭാഗത്തേക്ക് കണ്ടില്ലേ, നമ്മൾ തണ്ണീർപ്പന്തൽ ITI റോഡാണ് കേട്ടോ. ITIയിലേക്ക് പോകുന്ന റോഡാണ്. ടൗണിലേക്ക് ഇതിലെയാണ് ഇപ്പോൾ ബസ്സൊക്കെ പോകാറ്. അപ്പോൾ അവിടെയൊക്കെ ഫുള്ള് വെള്ളം മുങ്ങി പോയിട്ടുണ്ട്. ഒരാൾ ആ ഭാഗത്തുള്ള വീട്ടുകാരൊക്കെ നടന്ന് വരണേ തന്നെ എത്ര ബുദ്ധിമുട്ടാണെന്നൊന്ന് ആലോചിച്ച് നോക്കിയാൽ അറിയാലോ. അപ്പോൾ ഇതാണ് നമ്മളെ നാടിൻ്റെ അവസ്ഥ. ഫുള്ള് വെള്ളം കൊണ്ട് നിറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ ഒക്കെ നമ്മൾ ആ റോഡ് തന്നെയാണ്. ഇവൊക്കെ വഴിയൊക്കെയാണ് ഇത്. നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവില്ല. പിന്നെ നമ്മൾ ഡെയിലി കാണുന്ന വഴി ആയതുകൊണ്ട് വേഗം തന്നെ മനസ്സിലാവുമല്ലോ. അപ്പോൾ ഇതിലെ വണ്ടികളൊക്കെ പോകുന്നുണ്ട്. എന്നാലും ചില ആൾക്കാരൊക്കെ വേറെ സൈഡിൽ കൂടെയൊക്കെയാണ് പോകുന്നത്. പിന്നെ നമുക്ക് വേറെ ഭാഗത്ത് കൂടി ഒന്നും പോകാൻ പറ്റില്ല. എല്ലാ സ്ഥലത്തും വെള്ളമുണ്ട്. അപ്പം ഞാനും ശ്രീമോളും കുറേയൊക്കെ ഇങ്ങനെ പോയൊക്കെ നോക്കിയിട്ടോ. പിന്നെ വേഗം തന്നെ വീട്ടിലേക്കൊക്കെ പോവുകയാണ്. കാരണം അവിടെ അധികം നിൽക്കാൻ പേടിയാവുക. വെള്ളം പെട്ടെന്ന് എപ്പോഴാണ് എടുക്കുകയെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ദാ ഈ വീടൊക്കെ കാണില്ലേ, ഈ വീടിൻ്റെ ഭാഗത്തൊക്കെ ഫുള്ള് വെള്ളമാണ് കേട്ടോ. അപ്പോൾ ദാ ഇതൊക്കെ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റി. ഞങ്ങളെ നാടും വീടിൻ്റെ അവസ്ഥ ഇപ്പോൾ എങ്ങനെയാണ്. അപ്പോൾ ഇനിയിപ്പോൾ വെള്ളം ഇറങ്ങിയിട്ടൊക്കെ ഒന്ന് റെഡി ആയിട്ട് വരണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ.